ഹായ് ഡിയേഴ്സ്, എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിതാ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ചോദ്യം. പോളിനോമിയൽ ചാപ്റ്ററിലെ ചോദ്യമാണ്. ഒരു ചോദ്യം പോളിനോമിയൽ ചാപ്റ്ററിന് എന്തായാലും നിങ്ങൾക്ക് മോഡൽ എക്സാമിന് കിട്ടും. ആ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിന് ചോദിച്ചത്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആകെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഫാക്ടർ തിയറവും അതിലെ ഈ ചെറിയ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും ഫസ്റ്റ് ഡിഗ്രിയുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുമായ ഈ ചോദ്യമാണ്. സോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഈ ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയി. ഓക്കെ ആണേ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്ന്. Consider the second degree polynomial p of x. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നു, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പി ഓഫ് 1 എത്രയെന്നാണ് ചോദിക്കുന്നത്. നമുക്കിതിലെ പി ഓഫ് 1 കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ആണ്. തന്ന കാര്യം എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പി ഓഫ് 1. എങ്ങനെയാണ് പി ഓഫ് 1 കണ്ടുപിടിക്കേണ്ടത്? എക്സിന് പകരം 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 മൈനസ് 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് 3 പ്ലസ് ഒരു 5. എല്ലാം കൂടെ എത്രയാണ് വരുന്നത്? 1ഉം 5ഉം കൂടെ 6. 6ന്ന് 3 മൈനസ് ചെയ്താൽ ബാക്കി വരിക 3 ആണ് ബാക്കി വരുന്നത്. ഇങ്ങനെ 3 വന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മളെ പോളിനോമിയലിൽ പി ഓഫ് 1 ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. അത് 0 ആണ് വന്നതെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നത് 0 അല്ല. 0 വന്നാലാണ് നമ്മൾ ഇവിടുന്ന് ഫാക്ടർ തിയറം വെച്ച് നമ്മൾ ഏതാണ് ഫാക്ടർ എന്ന് മനസ്സിലാക്കാൻ പറ്റിയേ. അപ്പൊ ഇവരെ ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നിട്ടില്ല. പി ഓഫ് 1 3 കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത ചോദ്യത്തിൽ എന്താ കാണാൻ പറയുന്നത് കണ്ടോ? റൈറ്റ് 1 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1. പി ഓഫ് എക്സ് പി ഓഫ് 1 കുറച്ച് കിട്ടുന്ന പുതിയൊരു പോളിനോമിയൽ ഇല്ലേ, അതിന്റെ ഒരു ഫാക്ടർ ആരാന്നാണ് ചോദിക്കുന്നത്. നോക്കേ, ഒരു ഘടകം കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ന്റെ ഇപ്പം നമ്മൾ കണ്ടത് പി ഓഫ് 1 3 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പി ഓഫ് എക്സ് ഇതാ ഇയാളുമാണ്. നമ്മളോട് എന്താ പറഞ്ഞത്? പി ഓഫ് എക്സിൽ നിന്ന് മൈനസ് പി ഓഫ് 1 ചെയ്യണം. അന്നപ്പം നമുക്കൊരു പുതിയ പോളിനോമിയൽ കിട്ടൂലേ, ആ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഈ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ചെയ്താൽ എന്താ കിട്ടുക നോക്കട്ടോ. എന്തായിരിക്കും കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഇതാണ് പി ഓഫ് എക്സിന് പകരം ഞാൻ എഴുതി. നടുവിൽ ഒരു മൈനസ്, അതുകൊണ്ട് നമുക്ക് ഒരു മൈനസ് കൊടുക്കാം. അത് കഴിഞ്ഞ് പി ഓഫ് 1 ഉണ്ട്. പി ഓഫ് 1ന്റെ വാല്യൂ 3 ആയതുകൊണ്ട് നമ്മൾ മൈനസ് 3 എന്ന് എഴുതിയാൽ മതി. എല്ലാം കൂടെ എഴുതി ഉണ്ടാക്കണ്ട. സോ നമുക്ക് ആൻസർ കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 3x. 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലേ. ഇതാണ് അവർ പറഞ്ഞ ആ പുതിയ പോളിനോമിയൽ. ഇതിന്റെ ഒരു ഫാക്ടർ ആരാന്നാണ് ചോദിച്ചത്. എങ്ങനെയാ കണ്ടുപിടിക്കാൻ അറിയോ? ഇവിടെ ഇങ്ങനെ നോക്കി വെക്കുക. നിങ്ങൾ പി ഓഫ് 1 ആദ്യം ചെയ്തു, അത് 0 കിട്ടിയില്ല. 0 കിട്ടിയിരുന്നെങ്കിൽ എക്സ് മൈനസ് 1 ഇയാളുടെ ഫാക്ടർ ആയേനെ. 0 കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ പോളിനോമിയലിൽ നിന്ന് ഈ 3 അങ്ങോട്ട് മൈനസ് ചെയ്തിട്ട് അതിനെ പുതിയൊരു പോളിനോമിയൽ ആക്കി മാറ്റി. ഇതാണ് നമ്മുടെ പുതിയ പോളിനോമിയൽ. അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മക്കളെ ഉറപ്പിച്ചോ, നമുക്കിവിടെ മിസ്സായി പോയ എക്സ് മൈനസ് 1 ഇല്ലേ, ആ എക്സ് മൈനസ് 1 ഇനി ഈ പുതിയ പോളിനോമിയലിന്റെ ഫാക്ടർ ആയിരിക്കും. എക്സ് മൈനസ് 1 ഈസ് ദ ഫാക്ടർ. ഇവിടുത്തെ പുതിയ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആയിരിക്കും. ഈ ഒരു ഐഡിയ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒരു സാമ്പിൾ കൂടെ നോക്കേ. നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയൽ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. ഏതെങ്കിലും ആവട്ടെ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. നിങ്ങളോട് ഞാൻ അതിൻ്റെ പി ഓഫ് ഏതോ ഒരു നമ്പർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്യാൻ പറഞ്ഞ നമ്പർ പി ഓഫ് 3 ആണെന്ന് പറഞ്ഞു. അങ്ങനെ പി ഓഫ് 3 നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 0 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പക്ഷേ എനിക്ക് കിട്ടിയത് 0 അല്ല. എന്താ കിട്ടിയെന്ന് അറിയോ? ഇത് ചെയ്തപ്പം കിട്ടിയ ആൻസർ ഒരു 2 എന്നാണ് ആൻസർ കിട്ടിയത്. അങ്ങനെ 0 അല്ലാത്ത നമ്പർ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ കിട്ടിയ നമ്പറിനെ നമ്മുടെ അവർ തന്ന പോളിനോമിയൽ ഇല്ലേ, അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് പുതിയൊരു പോളിനോമിയൽ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ പറയുന്ന പരിപാടിയാണ് പി ഓഫ് എക്സ് മൈനസ് ഏതാ ചെയ്യേണ്ടത് വെച്ചാൽ പി ഓഫ് 3. ഇവിടെ പി ഓഫ് 3 ആണ്, നേരത്തെ പി ഓഫ് 1 ആയിരുന്നു. ഇങ്ങനെ ചെയ്താൽ ഇതൊരു ന്യൂ പോളിനോമിയൽ ആയിട്ട് മാറും. പുതിയ ഒരാളായിട്ട് മാറിയില്ലേ. ആ പുതിയ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും നമുക്ക് മിസ്സായി പോയ ആള്. ആര്? എക്സ് മൈനസ് 3. ഇത് പി ഓഫ് 3 ആയതുകൊണ്ട് എക്സ് മൈനസ് 3 ഇയാളുടെ ഫാക്ടർ ആയിരിക്കും.
ഇതാണ് ഇതിന്റെ ട്രാക്ക്. നേരെ 0 കിട്ടിയിരുന്നെങ്കിൽ ഓൾറെഡി തന്ന ആളുടെ ഫാക്ടർ തന്നെ ആയി മാറിയേനെ. 0 കിട്ടാതെ ഒരു നമ്പർ വരുന്നില്ലേ, ആ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടർ ആയിക്കോളും, ആ പുതിയ ആളുടെ ഫാക്ടർ ആയി മാറും. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ പോകണം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ഒന്നിനെ രണ്ട് ഒന്നാം കൃതി ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അതിനുശേഷം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 സമം 0 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങളും കാണുക. രണ്ട് ചോദ്യം ഒരുമിച്ചാണ് വരുന്നത്. റൈറ്റ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. എങ്ങനെയാണ് അങ്ങനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക? അത് നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ പോളിനോമിയൽ ആദ്യം എഴുതി വെക്കാം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്ന് പറയുന്ന നമ്മുടെ പുതിയ പോളിനോമിയൽ ഏതായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിന്റെ ഒരു ഫാക്ടർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, എക്സ് മൈനസ് 1. നമുക്കിത് ചെയ്യാൻ ഒരു സിമ്പിൾ പരിപാടിയില്ല. ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ആക്കാൻ രണ്ട് നമ്പർ എടുക്കുക, എന്നിട്ട് അത് മൾട്ടിപ്പിൾ ചെയ്താൽ a ഇൻറ്റു ബി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെയുള്ള ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ നമ്പർ കിട്ടണം, 2. ഇതേ എയും ബിയും നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടുകയാണെങ്കിൽ എന്താ കിട്ടേണ്ടതെന്ന് അറിയോ? ഈ എക്സിന്റെ കൂടെയുള്ള -3 എന്ന് കിട്ടണം. ഇങ്ങനെ രണ്ട് നമ്പർ ഏതാ നോക്കി നമുക്കിത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഏതായിരിക്കും ആ രണ്ട് നമ്പർ? മൾട്ടിപ്പിൾ ചെയ്താൽ 2ഉം ആഡ് ചെയ്താൽ -3ഉം വരുന്ന ആ നമ്പർ നമുക്ക് നോക്കാം. -2ഉം -1ഉം ആയിരിക്കും ആ നമ്പർ. നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എളുപ്പമുള്ള മെത്തേഡാണിത്. -2ഉം -1ഉം എടുത്തു. ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ -2 -1ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ +2 ആണ്. ഇത് ആഡ് ചെയ്താൽ -3 ഓക്കെയാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ നമ്പേഴ്സ്. സോ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതി വെക്കാം. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന് പറയുന്ന ആളുടെ രണ്ട് ഫാക്ടർ. ഒരെണ്ണം എക്സ് എന്ന് എഴുതി ഇവിടെയുള്ള -2 ഇല്ലേ, അതേപോലെ അങ്ങോട്ട് എഴുതി വെക്കുക. എക്സ് -2 ഒരു ഫാക്ടർ. രണ്ടാമത്തെ ആള് എക്സിന്റെ കൂടെ -1. ഇനി ആ എക്സ് -1 നിങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരാൾ എക്സ് -1 ആണ്, രണ്ടാമത്തെ ആളെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഏതെങ്കിലും മക്കൾക്ക് ഈ മെത്തേഡ് ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ പറ്റും. അതും കൂടെ പറഞ്ഞേക്കല്ലേ. ഏതാണ്? ഇത് ഈക്വൽ 0 ആകുമ്പോഴുള്ള സൊല്യൂഷൻ ചോദിക്കുന്നുണ്ട്. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ഈക്വൽ 0 ആകുമ്പോഴുള്ള സൊല്യൂഷൻ. ഈ സാധനം ഈക്വൽ 0 ആകുമ്പോഴുള്ള സൊല്യൂഷൻ എന്താണ്? പരിഹാരങ്ങൾ, സൊല്യൂഷൻസ്. ഇവിടെ കിട്ടിയ ഈ നമ്പറിലെ എക്സ് -2ഉം എക്സ് -1ഉം അല്ലേ? ഈ -2 നേരെ അങ്ങോട്ട് തിരിച്ചിട്ട് +2 എന്നാക്കുക. -1 നേരെ തിരിച്ച് +1. രണ്ടും ഒന്നുമായിരിക്കും ഇവിടുത്തെ സൊല്യൂഷൻസ് ആയിട്ട് വരിക. ഇങ്ങനെ ചെയ്ത് നമുക്കിത് സോൾവ് ചെയ്യാം. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് ഈ പരിപാടി, ഈ നമ്പർ കണ്ടുപിടിക്കുന്ന ഒരു ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ആ രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കാം. -bx കാണാനുള്ള ഇക്വേഷൻ അല്ലേ? ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിക്കണം. നമുക്ക് തന്ന പോളിനോമിയൽ ഈക്വൽ 0 എന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണ് നമ്മുടെ പോളിനോമിയൽ. ഈക്വൽ 0 എന്ന് എഴുതി വെക്കുക. സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ കൊടുക്കുക. ഇനി ഇതിൽ എയും ബിയും സിയും ഒക്കെ a 1 ആണ്, b -3 ആണ്, സിയുടെ വാല്യൂ 2 ആണ്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. -b എന്ന് പറഞ്ഞാൽ രണ്ട് നെഗറ്റീവും കൂടെ +3 ആയിട്ട് മാറും. പ്ലസ് ഓർ മൈനസ് റൂട്ടിൻ്റെ അകത്ത് b² മൈനസ് 4ac, b² -3യുടെ സ്ക്വയർ 9 ആണ്, മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c ഡിവൈഡഡ് ബൈ 2a. 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 2 തന്നെ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ ഇത് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 മൈനസ് ഇത് എത്ര ഉണ്ടാവുക? 4 ഇൻറ്റു 1 ഇൻറ്റു 2 8 അല്ലേ? അപ്പോൾ അത് 9 മൈനസ് 8 വരും. 9 മൈനസ് 8 1 എന്നങ്ങ് എഴുതിയാൽ പോരെ. 9 മൈനസ് 8 സംഭവം മനസ്സിലായില്ല. എന്തായിരിക്കും അവിടെ വരാൻ പോകുന്നത്? റൂട്ടിൻ്റെ അകത്ത് 1 ആണ്, ഡിവൈഡഡ് ബൈ താഴെ ഒരു 2. അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാൽ ഇത് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, ഡിവൈഡഡ് ബൈ 2. രണ്ട് ആൻസർ കിട്ടും എക്സിന്. എക്സ് ഈസ് ഈക്വൽ ഒന്ന് 3 പ്ലസ് 1 ബൈ 2. റെഡി? ഓർ ഒരു ആൻസറും കൂടെ ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ 3 മൈനസ് 1 ബൈ 2 വരും. 3 പ്ലസ് 1 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. ഇനി ഇവിടുത്തെ ആൻസർ എത്രയാ? 3 മൈനസ് 1 2 ആണ്. 2 ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്.
2ഉം 1ഉം ആണ് നമുക്ക് എക്സിന്റെ വാല്യൂ വരുന്നത്. ഈ കിട്ടിയ 2ഉം 1ഉം എന്താണ്? നമ്മുടെ പോളിനോമിയൽ ഈക്വൽ 0 എന്ന് കൊടുത്തപ്പം എക്സിന്റെ വാല്യൂസ് ആയിട്ട് വന്ന നമ്പേഴ്സ് ആണ് 2ഉം 1ഉം. ഈ രണ്ടാൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻസ്. അപ്പൊ നമുക്കിതാ ഈ കിട്ടിയതാ സൊല്യൂഷൻസ് ആണ് നമുക്കിത് അവിടെ കിട്ടിയത് 2ഉം 1ഉം. നേരത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ സൊല്യൂഷനിലേക്ക് പോയി. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സൊല്യൂഷൻ ആണ്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് എഴുതി വെക്കാം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? x² - 3x + 2വിന്റെ 2 ഫാക്ടർ. സൊല്യൂഷൻ 2 ആവുന്ന സമയത്ത് ഒരാൾ x-2, സൊല്യൂഷൻ 1 ആയതുകൊണ്ട് അടുത്ത ആള് x-1. ഇത് രണ്ടുമായിരിക്കും ഫാക്ടേഴ്സ് വരിക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് ആ രീതിയിൽ ചെയ്തു പോവുക. ഇങ്ങനെ ഫാക്ടർ ആക്കി ചെയ്യാൻ സെക്കൻഡ് ഡിഗ്രി യൂസ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇതാണ് എളുപ്പം, പെട്ടെന്ന് ആൻസർ ആവും. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മറ്റേത് ഓൾറെഡി നിങ്ങൾ 4th ചാപ്റ്ററിൽ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് ആ രീതിയിൽ ചെയ്തിട്ട് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക. ഓർക്കുക, ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടുക സൊല്യൂഷൻ, രണ്ടാമത് കിട്ടുക ഫാക്ടേഴ്സ്. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഫാക്ടർ ആക്കി ചെയ്യുകയാണെങ്കിൽ ആദ്യം കിട്ടിയ ഫാക്ടേഴ്സ് തിരിച്ചെഴുതി വെച്ച് രണ്ടാമത് കിട്ടുന്നതാണ് സൊല്യൂഷൻസ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും ഉണ്ടാവും. നല്ല വൃത്തിക്ക് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഓക്കെ, ബൈ.